ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവളുടെ മൂന്നാമത്തെ സ്കാനിങ്ങിലേക്കാണ്. സ്കാനിങ്ങിലേക്കല്ല, ആക്ച്വലി സ്കാനിങ് കഴിഞ്ഞ ഒരു 17-ാം തീയതി നമ്മൾ പോയിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച പോയിട്ട് നമ്മൾ അത് സെറ്റാക്കി കൊണ്ടുവന്നു. സ്കാനിങ്ങിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കാനിങ്ങിൻ്റെ ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് എങ്ങനെയാണ് ഞാൻ ആക്ച്വലി കഴിഞ്ഞ മുന്നത്തെ സ്കാനിങ്ങിൽ ആദ്യത്തെ രണ്ടാമത്തെ സ്കാനിങ്ങിലൊന്നും ഞാൻ ഉള്ളിൽ കയറി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ സ്കാനിങ്ങിൽ ഞാൻ എന്നെ ഉള്ളിലേക്ക് വിളിച്ചു, എനിക്ക് കാണിച്ചു തന്നു, ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു തന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പോൾ അതിനകത്ത് ഡോക്ടർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി വായ തുറന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കൈ കണ്ടു, കാല് കണ്ടു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക്, കൈയുണ്ട്, കാലുണ്ട്, ഇങ്ങനെയാണ് ബോസ് ഉള്ളത്. 6.5 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ നമുക്ക് കുട്ടിയുടെ വലുപ്പം എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും 8.5 സെൻറ്റിമീറ്ററോളം വേണം. അപ്പോൾ വളർച്ച കുറച്ച് കുറവാണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും 3 മാസം കഴിയുമ്പോഴത്തേക്കും 8 സെൻറ്റിമീറ്ററോളം നീളം വേണം കുട്ടിക്ക്. പക്ഷേ നമുക്കിപ്പോൾ 6 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ഓക്കെയാണ്, അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലാബിൻ്റെ അകത്ത് ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരിക. ഇതെന്താ ഡബിൾ മാർക്ക് സ്കാനിങ്? അങ്ങനെ എന്തോ ഒരു സ്കാനിങ് ആണിത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരിക. പിന്നെ ഇവൾക്ക് TT അടിക്കാനും ഉണ്ട്. അപ്പം അപ്പം അന്ന് ബ്ലഡ് എടുത്തത് ഞങ്ങളുണ്ടല്ലോ. ആക്ച്വലി ഓൺലൈനായിട്ട് ഞങ്ങൾ കോപ്പി ടിക്കറ്റൊക്കെ ഹോസ്പിറ്റലിനകത്ത് OP ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ടൈം കാണിച്ചത് 9 മണി മുതൽ 10 മണി വരെനുള്ളിൽ അവിടെ എത്തണം എന്നുള്ളതാണ്. സമയം ഇപ്പോൾ 10 മണിയായിട്ട് ഞങ്ങൾ എത്തിയിട്ടില്ല. ബ്ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ എമ്മാതിരി ബ്ലോക്കാണ് കൈസ്. നോക്കിയേ, ഇടയിൽനിന്നും വലത്തുനിന്നും ഇടത്തുനിന്നും ഒക്കെ ആൾക്കാർ കയറി വരിക. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ബാക്കിൽ ബസ് ഇങ്ങനെ പെട്ടെന്ന് ഓൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവള് ഇതാകുന്ന സമയത്ത് വണ്ടി ഓവർ കുലുങ്ങാൻ പാടില്ലല്ലോ. അപ്പം ഇങ്ങനെ പതുക്കെ 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 പോകാനും പാടുള്ളൂ. അവൻ തെറി വിളിക്കുന്നുണ്ടാവും. ലൈറ്റ് അടിച്ച് ഇക്കിളിയാക്കുക, ഓൺ അടിച്ച് വെറുപ്പിക്കാത്തൊക്കെയാണ് ഓൻ്റെ ഹോബീസ്. വെറുതെ ഇരിക്കുമ്പോൾ ബസ്സുകാരൻ്റെ ഹോബിയാണിത്. പിന്നെ ഈ TT എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ TT എടുക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, TT എടുക്കുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് വേണം ചെല്ലാനായിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ റിസൾട്ട് കണ്ടിട്ട്, അതായത് കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള സ്റ്റെബിലിറ്റി നോക്കാനുള്ള ടെസ്റ്റാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താണ് പറയുന്നത് നോക്കണം, അതിനനുസരിച്ചുള്ളത് എടുക്കണം. പിന്നെ ഇന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഇവർക്ക് നട്ട്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. ഇത് ഗർഭിണിയായാൽ മതി, നട്ട്സും ഫ്രൂട്ട്സും വെറുതെ ഗർഭിണിയായാൽ മതിയായിരുന്നു. ഇങ്ങനെ ഓരോന്ന് നല്ല നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഇവളിപ്പോൾ കഴിക്കുന്നത് അറിയുകയാണെങ്കിൽ ഈ ചെറുപയർ മുളപ്പിച്ചത്, വൻപയർ മുളപ്പിച്ചത്, അങ്ങനെയുള്ള കുറേ സ്പ്രൗട്ട്സുകളില്ലേ, പ്രോട്ടീൻ ഫുഡുകൾ, ഫുൾ പാല്, അതും നാടൻ പാല്. 2-3 ദിവസമായപ്പോൾ വരുത്തിച്ചിട്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ കാർ എടുത്ത് വരുമ്പോൾ ടൗണിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ആണ് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു സൈഡിൽ തന്നെ പേ പാർക്കിംഗ് ഉണ്ട്. പക്ഷേ അവിടെയും ഫുള്ളായിരിക്കും എപ്പോഴും. കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിൻ ടൗണിലല്ലേ, പാളയം ബസ് സ്റ്റാൻഡിൻ്റെ സൈഡാണിത്. അപ്പം ഇവിടെയും ഫുള്ളായിരിക്കും. വന്നു കഴിഞ്ഞാൽ സീൻ നന്നാ രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. എവിടെ കൊണ്ടുപോയി വെക്കും? അവിടെ ബാക്ക് തിരിച്ചങ്ങോട്ട് വെക്കാം. തിരിച്ചു വെച്ചാൽ സുഖമായിട്ട് നമുക്ക് തിരിച്ചിറങ്ങി പോകാം. കറക്റ്റ് സ്പേസിൽ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് സ്കാനിങ് സെന്ററിൽ കയറണം. അവിടുന്ന് സ്കാനിങ് എടുക്കാനുണ്ട്. ഞങ്ങൾ കാണിക്കുന്നത് അസ എന്ന് പറഞ്ഞിട്ടുള്ള സ്കാനിങ് സെന്റർ ആണ്. ഇത് ആക്ച്വലി ഹോസ്പിറ്റലിന് തൊട്ട് മുന്നേ തന്നെയുള്ള സ്കാനിങ് സെന്റർ ആണ്. അങ്ങനെ അവിടുന്ന് സ്കാനിങ് ഒക്കെ ചെയ്ത് സ്കാനിങ് റിസൾട്ട് ഒക്കെ കിട്ടി. അങ്ങനെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നോർമൽ ആയിട്ട് തന്നെയാണ് നമുക്ക് റിസൾട്ടിൽ കാണിക്കുന്നത്. പിന്നെ അവിടുന്ന് സ്കാനിങ് റിസൾട്ട് ഒക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത്
ഹോസ്പിറ്റലിലെ വരി കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തത് കൊണ്ട് വളരെ വലിയൊരു കാര്യമായി എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ സ്കാനിങ് റിസൾട്ടുമായിട്ട് ഞാൻ അവളെ നേരെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ നമുക്ക് ആണുങ്ങൾക്ക് ഉള്ളോട്ട് കയറുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം ഞാൻ അവളെ മാത്രമായിട്ട് ഉള്ളോട്ട് കയറ്റി വിട്ടു. ഡോക്ടറെ കാണിച്ച് ഓൺലൈനിൽ ബുക്ക് ചെയ്തത് നന്നായി, അടിപൊളി വരി. ഇനി അതുകൊണ്ട് വേഗം ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് ഞാൻ വേഗം കാണിച്ചിറങ്ങി. കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. സ്കാനിങ്ങിലെല്ലാം നോർമലാണ്. ഇനി അടുത്ത മാസം അല്ല 5ാം മാസത്തിൽ അല്ല സ്കാനിങ് കഴിഞ്ഞ മുന്നേ എടുത്തല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണല്ലോ. അപ്പം 2 മാസം കഴിഞ്ഞിട്ട് ഇനി NT സ്കാനിങ് ഡബിൾ മാർക്ക് ഇതേ ടെസ്റ്റ് എടുത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 5ാം മാസത്തിൽ ഇതേ സ്കാനിങ് തന്നെയാ? 5ാം മാസത്തിൽ ഇതേ സ്കാനിങ്. ഇതിൽ NT സ്കാനിങ്, അതായത് അന്ന് ഭാവിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ആണ്. അന്നൊരു 3500 കിട്ടും. 2 മാസം കഴിഞ്ഞിട്ടല്ലേ? ഇതിപ്പോ 3 മാസം കഴിഞ്ഞുള്ള. ഇനിയിപ്പോ 2 മാസം 5ാം മാസത്തിലാണ് ഞാൻ സ്കാനിങ് തരാം. തന്നെയല്ല, ഞങ്ങളിപ്പോ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് പുള്ളിക്കാരിനോട്, ആ ഡോക്ടറിനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോ പുള്ളിക്കാരി ദേഷ്യപ്പെട്ട് മീൻസ് ഞാൻ കേറിയില്ല, എനിക്ക് കയറാൻ പറ്റൂല, ആണുങ്ങൾക്ക് അവിടെ കയറാൻ പ്രവേശനം. നമ്മള് കാര്യങ്ങൾ അറിയാത്തോണ്ടാണല്ലോ ചോദിക്കുന്നത്. ഡൗട്ടുകൾ ചോദിക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റ് ഡോക്ടർമാരായിട്ടുള്ള പ്രശ്നമായിരിക്കും അത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് മറ്റേ 5 രൂപ കൊടുത്തിട്ടല്ലേ കയറുന്നത്. നേരെ മറിച്ച് പ്രൈവറ്റിൽ ഇങ്ങനെ സംസാരിക്കൂല. നമുക്കറിയാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഒന്നാമത്. അപ്പം ഈ കോട്ടപ്പറമ്പ് ഡോക്ടറെ പേര് അറിയണെങ്കിൽ ഡോക്ടറെ പേര് കൊണ്ട് ശ്രദ്ധിച്ചില്ല. 3 ബാക്കിലുള്ളത് ലിസി ഡോക്ടറാണ്. കഴിഞ്ഞ പ്രാവശ്യം അല്ല മുന്നത്തെ പ്രാവശ്യം അവിടെ ഫസ്റ്റ് കാണിച്ചത് അവിടെയാ. അപ്പൊ ഞാൻ അവിടെ കയറാൻ മാക്സിമം നോക്കി. നമുക്ക് ഫസ്റ്റ് ഒരു പരിചയം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അവര് പറയുന്നിടത്തിൽ ഇരിക്കണം. അപ്പൊ ഇതൊരു ഡോക്ടറെ പേര് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അപ്പൊ ആ ഡോക്ടർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അപ്പൊ ഇത് നമുക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഒരുപാട് ഡൗട്ടുകൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇവർ ഇങ്ങനെ റേസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. ഞാനിപ്പോൾ ഇവിടെ വെളിയങ്ങാടി വന്നായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ ബൈക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ചേട്ടാ അത് വാങ്ങണേ, കാർ ഇവിടെ നിർത്തട്ടെ, വാങ്ങാനായി കാർ ഇവിടെ നിർത്തട്ടെ, സാധനം വാങ്ങാനായി കാർ ഇവിടെ നിർത്തട്ടെ എന്ന് ചോദിക്കാം. അപ്പുറം നിർത്തണം? അല്ല ഓരോ ഷോപ്പുകാർക്ക് പ്രശ്നം വരുമോ? ആണോ? അപ്പൊ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടുണ്ട്. സൈഡ് പാർക്ക് ചെയ്യാൻ. ഇവിടെ ഫുൾ ഓഫ് നട്ടുകളും ബദാമുകളും. ബ്രോ നട്ട്സ് എങ്ങനെയാണ്? ഇതെങ്ങനെ കിലോ എന്താ വില? ഈ അണ്ടിപ്പരിപ്പ് എന്താ കിലോ എന്താ വില? ബദാമൊക്കെയോ? 760 കിലോ. ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ എന്താണ്? അങ്ങനെ ഓരോ രാജ്യങ്ങളിലല്ല അല്ലേ? 760 രൂപ കാലിഫോർണിയ ഫസ്റ്റ് ബദാം. 760 ഇല്ലേ? 760. ഇതിൻ്റെ ജംബോ ഉണ്ട് 860. വാൾനട്ടിലൊക്കെയോ? വാൾനട്ടിൽ 2 ടൈപ്പ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വില ചോദിച്ചറിയാൻ വേണ്ടി വന്നാണ്. ഉണ്ടാവും. എൻ്റെ മോനെ ഭയങ്കരമായ വിലയാണല്ലോ. എനിക്ക് തോന്നുന്നു ഓൺലൈനാണ് കുറച്ചും കൂടെ വില കുറവെന്ന് തോന്നുന്നു. ഓൺലൈൻ എനിക്ക് തോന്നുന്നു 1 കിലോയ്ക്ക് എത്ര 600 രൂപ അങ്ങനെ ഉള്ളൂ. പക്ഷെ ഇവിടെ 800 സംതിങ് എങ്ങാണ്ട് വിലയുണ്ട്. ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ഈ രാജ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് ചൈന, കാലിഫോർണിയ, ചൈന ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് വിലകളിൽ വാൾനട്ടിന് കുറവാടാ. എടാ 1 കിലോ 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ക്വാണ്ടിറ്റി അളക്കണോ? 1 കിലോ അല്ലേ ഉണ്ടാവുള്ളൂ.
അങ്ങനെ ഗൈസ് ഞങ്ങളിപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴും റേറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 1000-800 റേഞ്ചിൽ ബദാം ആണെങ്കിലും പിസ്ത ആണെങ്കിലും കാഷ്യൂ ആണെങ്കിലും ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഈ റിവ്യൂസ് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബാഡായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇത്രയും പൈസ മുടക്കി നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പണി വാളും. റിട്ടേൺ ഓപ്ഷൻ പോലും അതിനകത്ത് കാണുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ വിചാരിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് ചെറിയ ഒരു 200 ഗ്രാം എല്ലാം വാങ്ങാം. അത് തൽക്കാലം വാങ്ങി നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം കാര്യമായിട്ട് വേണ്ടത് 4 സാധനങ്ങളാണ്. കാഷ്യൂ വേണം, ബദാം വേണം, പിസ്ത വേണം, വാൾനട്ട് വേണം, പിന്നെ ഡേറ്റ്സ് ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്, കയ്യിലുണ്ട്. പിന്നെ ഈ ചിയാ സീഡ്സ് കുറച്ച് ഉണ്ടെങ്കിൽ അതും വാങ്ങണം. ചേട്ടാ നട്ട്സ് എങ്ങനെയാണ്? ഇതിൻ്റെ ബദാം എന്താ വില? ആ 820. അതെങ്ങനെ വില വ്യത്യാസം വരുന്നത് എന്താ? ആണല്ലേ. ആ ഹാ ഹാ ഹാ. കാഷ്യൂ 750 കുറഞ്ഞത്, 850 വേറെ. ചിയാ സീഡ്സ് എന്നാലും ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് വാങ്ങാനായി. വെളുക്കുന്ന് കേട്ടാൽ എന്ത് പട്ടിക്കാട്ടൊന്നും തിന്നാ ഓൾറെഡിയാണ്. പ്രഗ്നൻ്റ് ആയാൽ മതി. പ്രഗ്നൻ്റ് ആയതൊക്കെ ഇരുന്ന് തിന്നാലോ. ആ ഒരു സ്പൂണ് അല്ല, അങ്ങനെയല്ല, ഒരു കണക്ക് പറഞ്ഞതാ. ആ അത്രയൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് അരമണിക്കൂർ കൊണ്ട് അത് ഫുള്ളാകും. അതേപോലെ തന്നെ ജെല്ലിയും ഇവളെ പറഞ്ഞാൽ സോപ്പ് പോലും കഴുകിയിട്ട് ഉപയോഗിക്കും. ഒരു മാസം ഒപ്പിക്കാൻ പറയാ ഞാൻ. ഈ ഒരു സാധനം കൊണ്ട് 1 മാസം ഒപ്പിക്കണം കേട്ടോ. എന്നാ പിന്നെ ഈ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതാകുമ്പോൾ 10 മാസം ഉപയോഗിക്കും. രാത്രി ഞാൻ മറ്റേ ഉറക്കത്തിൽ നിന്ന് എണീച്ച് നോക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാം. ഇതാണോ ചെറി വിത്ത് സ്ട്രോബെറി എന്തൊക്കെ ഉണ്ട്? 8 ഐറ്റം. ഇതിന് 8 ഐറ്റം ഉണ്ടാവും. ഇതിനെത്രയത്? ആ വണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ പാട്? അപ്പൊ കിട്ടിയ നമ്മളത് ഉച്ചം പറഞ്ഞ് കണ്ണൂർ എത്തിക്കുന്നത്. മധുരം നല്ലത് ഫ്രൂട്ടാണ് നല്ലത്. പക്ഷെ ഫ്രൂട്ട് ഇങ്ങനെ നിൽക്കില്ലല്ലോ, വേഗം കേട് വരും. ഫ്രൂട്ട് വേറെ വാൾനട്ടില്ലല്ലോ, അത് മതി. ഒരു സാധനം തിന്നൂല, എന്ത് കൊടുത്താലും തിന്നൂല. പരിപ്പ് ഇതെങ്ങനെ കിലോ എങ്ങനെയാണ്? 1400, 1000. ഇതിന്റെ പീസ് വരുന്നുണ്ട് 1 കിലോന് 230 രൂപ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതെ, ഇത് എടുക്കട്ടെ. വരുന്നില്ല. ഇതും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കാനാണ്. ഇത് 1400 അല്ലേ? 1400, 1000. ഇത് ചിലിയാണ്, ഇത് ചൈന. അതെ. ആ ഇതൊരു 250 രൂപ. അങ്ങനെ ഗൈസ് ഞങ്ങളിപ്പം 4 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് വാൾനട്ട്, കാഷ്യൂ, പിസ്ത ആൻഡ് എന്തായിരുന്നു ബദാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ മറ്റേ ചിയാ സീഡ്സും മേടിച്ചു. അതേപോലെ തന്നെ കിവി ഡ്രൈ ഫ്രൂട്ട് 1 കിലോ വാങ്ങിയില്ല, ഒരു എത്ര 250. പക്ഷെ ആ കിവിക്ക് ഒരു സ്വീറ്റ് കൂടുതലാണ്, പഞ്ചസാര ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ
നല്ലതാണ്, കഴിച്ച കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം നമുക്കിപ്പോൾ ഓൾറെഡി എമൗണ്ട് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800, 250, 1050 രൂപയാണ് ഇപ്പോൾ ചിലവാക്കിയത്. എല്ലാതും ഒരു 200 ഗ്രാമാണ് വാങ്ങിയത്. വാൾനട്ട് മാത്രം 250 വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പർച്ചേസിങ് നമ്മളിപ്പോൾ പാളയത്ത് ഫ്രൂട്ട്സ് ഉണ്ടാവും, നല്ല നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പം അത് മേടിക്കണം, അത് മേടിക്കാനായിട്ട് പോവാണ്. സൂപ്പർ ആപ്പിളല്ല ഗൈസ് സമയം അങ്ങനെ 6 മണി കഴിഞ്ഞു ഗൈസ്. രാവിലെ ഇതേപോലെ തന്നെ ഞങ്ങൾ ഒരു 8-9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ 9 മണിക്ക് ഇറങ്ങിയ ഞങ്ങൾ 5:30, 6 മണിക്ക് 6:10 ഇപ്പൊ സമയം. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് പർച്ചേസിങ്, പിന്നെ ഡേറ്റ്സ് പർച്ചേസിങ്, നട്ട്സ് പർച്ചേസിങ് ഒക്കെ കണ്ടല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ കറങ്ങി ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഇങ്ങനെ പോവാണ് ഗൈസ്. ഇന്നത്തെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു 1000 രൂപ ഉണ്ടാവും. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 600-700 രൂപേൻ്റെ അടുത്ത് അതും ഉണ്ടാവും. അതൊക്കെ കൂടെ കഴിഞ്ഞ് ഇപ്പോൾ മരുന്നിന് 400 രൂപേൻ്റെ അടുത്തായി. അപ്പോൾ മൊത്തത്തിൽ ഒരു 2500-3000 രൂപയുടെ അടുത്ത് പെട്രോൾ എക്സ്പെൻസ് അടക്കം. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. നല്ല കാദർക്ക മെസ് ഹൗസിൽ നിന്നും നല്ല പൊരിച്ചയിലയും മത്തിയും ചോറും മീൻകറി. പൊളിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ പോലീസുകാർ വന്ന് ഫൈൻ ഇടുന്നതിന് മുന്നേ പെട്ടെന്ന് കഴിച്ചിട്ട് തിരിച്ചു വരണമല്ലോ, അല്ലെങ്കിൽ ഫൈൻ ഇട്ട് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്നൊരു 3000 രൂപേനടുത്ത് പൊട്ടി ഗൈസ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സ്കാനിങ്ങിന് പോയ സമയത്ത് 5000 രൂപ, 4500 രൂപയുടെ അടുത്താണ് പൊട്ടിയത്. അത്രയും എന്തായാലും ഇന്ന് സ്കാനിങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു ഒറ്റടേ നമുക്ക് 8000 രൂപയുടെ ചെലവുകൾ കൂടും. 2 മാസം കഴിഞ്ഞാൽ 6000 രൂപേന്റെ സ്കാനിങ് ആണ് ചെയ്യേണ്ടത്. ഞങ്ങൾ അവിടെ കുങ്കുമപ്പൂവിന് വില ചോദിച്ചേ 100 രൂപ. 1 ഗ്രാം എന്ന് പറയുമ്പോൾ ഏറെക്കുറെ എന്താ പറയാ, ഒരു പേപ്പർ ഒരു 3-4 അങ്ങനെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അത് 1 ഗ്രാം എന്ന് പറയുന്നത് ഒരു 1/2 സ്പൂൺ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. അതിന് 200 രൂപയോ? അപ്പൊ ഒരു 100 ഗ്രാമിന് എത്ര, 20000 രൂപയോ? എന്റെ അമ്മേ, 1 കിലോന് 2 ലക്ഷം രൂപയോ? പിന്നെ ഞാൻ അങ്ങനെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവർ പറഞ്ഞു, ഗൂഗിൾ വെച്ച് പറഞ്ഞു എന്നോട് ഒരു 4-ാം മാസം മുതൽ മെല്ലെ കഴിച്ചു തുടങ്ങിയാൽ മതി, കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചാ. ഇപ്പൊ തൽക്കാലം ഇത്രയും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കുടിച്ച് ഇങ്ങോട്ട് വയറ് നിറക്കി. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ അലയിക്കാം. കുങ്കുമപ്പൂ ഇല്ലാന്ന് വിചാരിച്ചാ കുങ്കുമപ്പൂ ലോകത്ത് കണ്ടുപിടിച്ചില്ലാന്ന് വിചാരിച്ചിട്ടുണ്ട്. പ്രശ്നം തീർന്നില്ലേ? ഇനിയിപ്പം TT അടിച്ചില്ല, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് TT അടിച്ചില്ല. പകരം അത് അവിടുന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ അടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഏതെങ്കിലും ഉള്ള ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആശാ വർക്കർ നമുക്ക് അത് ചെയ്തു തരും എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ വിളിച്ചു വെച്ച സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു നാളെ അങ്ങോട്ട് ചെന്നാൽ മതി, അവർ അടിച്ചു തരാമെന്ന് പറഞ്ഞു. സോ ഇനിയിപ്പോൾ നാളെയും ഒരു പോക്കുണ്ട്. പക്ഷെ നാളെ പിന്നെ എത്ര ചെലവില്ലാത്ത പോക്കാണ്. നമ്മളിവിടെ അടുത്താണ് അമ്പലപ്പാട് ഹെൽത്ത് സെന്റർ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സുഹൃത്തുക്കളെ. അപ്പം ഓരോ പോക്കിനും നല്ല എക്സ്പെൻസ് എന്തായാലും മീറ്റ് ചെയ്യാനുള്ള, കവറപ്പ് ചെയ്യാനുള്ള ഫണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. ഇനി വരുന്ന അപ്ഡേറ്റുകളിലൂടെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും. പിന്നെ അപ്പം അത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അതിനെ കാണുന്നുണ്ട്, ടോർലറ്റ് ചോക്കണ്ടേ? ഇവിടെ ഉണ്ട്. ഓക്കെ, ബൈ.